ഹായ് വെൽക്കം ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. അങ്ങനെ നമ്മുടെ ഫുഡ് പാക്കേജിലെ 4 റെസിപ്പീസ് കംപ്ലീറ്റ് ആയി. ഇന്ന് 5ാമത്തെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പിയിൽ റൈസ് ഐറ്റാണ് കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നെയ്ച്ചോറാണ്. ഇതിക്ക് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇപ്പോൾ ഒരു ഫുൾ ഫുഡ് പാക്കേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നമ്മുടെ ഈ ഫുഡ് പാക്കേജിലെ 5ാമത്തെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യത്തെ റെസിപ്പി സൂപ്പായിരുന്നു, രണ്ടാമത്തത് ഒരു ചിക്കൻ സ്റ്റാർട്ടർ, മൂന്നാമത്തെ നല്ലൊരു പാലപ്പായിരുന്നു, 4ാമത്തെ അതിന് പറ്റിയ നല്ലൊരു ചിക്കൻ കറി. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നെയ്ച്ചോറാണ്. ഇന്നത്തെ റെസിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ബിരിയാണിയുടെ അത്ര പ്രയാസമില്ല നെയ്ച്ചോറ് തയ്യാറാക്കാൻ. അതുമാത്രമല്ല, ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നെയ്ച്ചോറ് തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ റൈസാണ് പറയണത്. ഞാൻ ബസുമതി റൈസിൽ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് കൈമയുടെ അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ. ഞാനിവിടെ കൈമയുടെ 3 ഗ്ലാസ് അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട ശേഷം വാലാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. അത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലക്കൂട്ടാണ്. ഇവിടെ ഒരു താക്കോൽ എടുത്തിട്ടുണ്ട്. വളരെ കനം കുറഞ്ഞ കറുവപ്പട്ടയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 6-7 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-15 കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കാഷ്നട്ടും ഉണക്കമുന്തിരിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഇതൊരു പകുതി ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് ക്യാരറ്റ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ക്യാരറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്. റൈസിൽ അത് കിടക്കണ കാണാൻ ഭംഗിയുണ്ടാവും. അത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതില്ലാണ്ടും ഞാൻ തയ്യാറാക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതും ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ മല്ലിയില നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യ്. അപ്പം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ കാഷ്നട്ടും നല്ലപോലെ വറുത്തെടുക്കാൻ പോവാണ്. കാഷ്നട്ടും മുന്തിരിയും ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലോട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ കനം കുറഞ്ഞാണ് ഞാൻ ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വേപ്പിലയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് മുരിച്ചിലായിട്ട് ക്രിസ്പിയാക്കി ഒന്നും എടുക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ ക്യാരറ്റും വേപ്പിലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇനി നമ്മൾ സവാളയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്യാൻ കുറച്ചധികം ഓയിൽ വേണം. അപ്പോൾ മുഴുവൻ നമുക്ക് നെയ്യിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്താണ്. ഇതിലെ മുഴുവൻ സവാളയും ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. പറ്റാവുന്ന സവാളയും ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഒന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ ഇതിലെ പകുതി സവാള ഞാനെടുത്ത് മാറ്റി വയ്ക്കും. അത് റൈസിൻ്റെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളത് നല്ല ക്രിസ്പിയാക്കി തന്നെ എടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി സവാള അരിയാണെങ്കിൽ അത് നല്ലപോലെ കനം കുറച്ച് തന്നെ അരിയാൻ നോക്കാം. സവാള കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പകുതി എടുത്തിട്ട് ഞാൻ മാറ്റാണ്. മാറ്റി വെച്ചത് റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേഗം വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് അതുകൊണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുവിധം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ സവാള നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരുപാട് അധികം ആവാനും പാടില്ല. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് 3 ഗ്ലാസ് അരിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ച മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായി ചൂടാക്കി എടുക്കണം.
കുക്കർ ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ റൈസിലേക്കുള്ള വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈമരിയാണ് ഞാൻ എടുക്കണത്. ബസുമതി റൈസ് ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറ്. കൈമരി ആയ കാരണം 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്തിട്ട് ചൂടാക്കിയെടുക്കാം. മസാലകൾ ചൂടായി. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കാം. ഓൾറെഡി അത് വെള്ളം പോകാൻ വെച്ചതാണ്, എങ്കിൽ കൂടി ഇതിലിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റെങ്കിലും നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ 2 മിനിറ്റ് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നേരെ ഇതിലോട്ട് ഒഴിക്കാം. വെള്ളം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പകുതി സവാള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാം. അതേപോലെ തന്നെ ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റ്, വേപ്പില, അതേപോലെ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്നതാണ് നല്ലത്, കാരണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ചേർക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഉപ്പ് പാകമായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബസുമതി റൈസിന് ഞാനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 മിനിറ്റ് 4 മിനിറ്റ് എന്നൊക്കെ എൻ്റെ ചിക്കൻ ദം ബിരിയാണിയുടെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൈമരിയാണ് ഉപയോഗിക്കുന്നത്. കൈമരിക്ക് അത്രയധികം സമയം വേണ്ട. 3 മിനിറ്റ് വിസിലില്ലാണ്ട് കുക്കർ അടച്ചു വെച്ച ശേഷം നമുക്ക് പിന്നെ തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വിസിലില്ലാണ്ട് കുക്കർ അടച്ചു വെച്ചേക്കാണ്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാം. അതിന് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടെ വെച്ചിട്ടെടുക്കാം. കൂടുതൽ വെള്ളം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം 2 മിനിറ്റ്. അപ്പോൾ 3, 2 എന്നുള്ള സമയക്രമം ഓർത്ത് വയ്ക്കാം. ചിക്കൻ ദം ബിരിയാണിയിൽ ഞാൻ 5 to 1 സമയക്രമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ നെയ്ച്ചോറിന് 3, 2 എന്നുള്ള സമയക്രമം വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിസിലേക്കൂടെ ആവി പോണ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വറ്റാറായിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ അത് ക്ലിയർ ആണോയെന്ന് എനിക്കറിയില്ല. കുക്കറിൽ നിന്ന് ആവി പോണ കാണാം. അത് ഒരുവിധം കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളമൊക്കെ അതിൽ വറ്റി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. കുറഞ്ഞു എന്ന് കാണുമ്പോൾ വേഗം തന്നെ തീ ഓഫ് ചെയ്തിട്ട് ആ വിസിലിട്ടിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ ആവിയൊക്കെ പോയി തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി കൈ പൊള്ളാണ്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചെറുതായിട്ട്. ഈ വിസിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റൈസൊക്കെ നല്ലപോലെ വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല ഒരുപാട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് പകർത്താം. അങ്ങനെ ഇതൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നേരം കുക്കറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടുതൽ വേവായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ പകർത്താം. ഇതിന് മുകളിലോട്ട് നമുക്ക് കാഷ്നട്ടും മുന്തിരിയും വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സവാള വറുത്ത് വെച്ചത് കുറച്ച് ഉണ്ടായിരുന്നു, അതും വിതറി കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി നെയ്ച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നെയ്ച്ചോറിന് പറ്റിയ നല്ലൊരു ഗ്രേവി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.